ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോർട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓൾറൈറ്റ്, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സെൻട്രൽ ഡോഗ്മ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഡോഗ്മ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA which is present in cell nucleus is converted into RNA. ഈ RNA പിന്നെ നമുക്ക് പ്രോട്ടീൻ ആയിട്ടാണ് മാറുന്നത്. DNA RNA ആവും, RNA പ്രോട്ടീൻ ആയിട്ട് മാറുന്നതിനാണ് നമ്മൾ സിമ്പിളായിട്ട് സെൻട്രൽ ഡോഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൽ ഒത്തിരി ഇൻഫോർമേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആ ഇൻഫോർമേഷൻ ആർ ഇൻ ദ ഫോം ഓഫ് DNA. ഈ DNAയിലെ എല്ലാ ഇൻഫോർമേഷൻസ്, മേജറായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ RNAയുടെ ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഈ RNAയുടെ ഇൻഫോർമേഷൻ എക്സ്പ്രസീവ് ഫോം ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ പ്രോട്ടീൻ ആവുന്ന എങ്ങനെയാണ്? ഈ RNAയുടെ ഇൻഫോർമേഷൻസ് ഓരോരോ സിംഗിൾ അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റിയിട്ടാണ് അത് ഫോൾഡ് ചെയ്ത് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനെ DNA RNA ആക്കുന്ന പ്രൊസീജിയറിന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പോൾ ക്ലിയർ ആയില്ല? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ DNA ഈസ് കൺവേർട്ടഡ് ഇൻ ടു RNA ഇൻ സിംഗിൾ ടേംസ്. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ RNA പ്രോട്ടീൻ ആക്കി മാറ്റുന്ന പ്രൊസീജിയറാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരാളുണ്ട്. DNA ആയിട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിന് നമ്മൾ DNA റിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം ഈ DNA റിപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ എടുത്തിട്ടുണ്ട്. DNA റിപ്ലിക്കേഷൻ പ്രൊക്കാരിയോട്ട്, യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ 3 സ്റ്റേജസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതൊന്ന് ചെക്കൗട്ട് ചെയ്യണം. സോ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ആൻ ഓവർവ്യൂ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ പ്രൊക്കാരിയോട്സിൻ്റെയും അതുപോലെ തന്നെ യൂക്കാരിയോട്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള 3 സ്റ്റേജസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ ജസ്റ്റ് ആൻ ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഓവർവ്യൂ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, അതായത് പ്രൊക്കാരിയോട്ടും യൂക്കാരിയോട്ടും ഉണ്ടല്ലോ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. അതായത് പ്രൊക്കാരിയോട്സിൻ്റെയും അതുപോലെ തന്നെ യൂക്കാരിയോട്സിൻ്റെയും ട്രാൻസ്ക്രിപ്ഷൻ ഡിഫറൻസസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസമാണ് അല്ലേ. അവരുടെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ എവിടെയാവാം, ജസ്റ്റ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, പക്ഷെ യൂക്കാരിയോട്ട് അങ്ങനെയല്ല. യൂക്കാരിയോട്ടിന് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള സെല്ലുണ്ട്, പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻസൈഡ് ദിസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പ്രോക്യാരിയോട്ടിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ DNA to RNA ആണ്. അപ്പോൾ അവരുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൈറ്റോസോൾ. ഇത് സൈറ്റോസോളിലാണ് നടക്കണമെന്നുള്ളൊരു ഫസ്റ്റ് ഡിഫറൻസ് പറയാം. അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും? ഇറ്റ് ഒക്കേഴ്സ് ഇൻ ന്യൂക്ലിയസ്. ഓൾറൈറ്റ്, അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോസോളിലാണ് പ്രോക്യാരിയോട്ടിന് നടക്കുന്നതെങ്കിൽ ന്യൂക്ലിയസിലാണ് യൂക്കാരിയോട്സിന് നടക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. ഇനി നമുക്ക് DNA എടുത്ത് തന്നെ നോക്കാം. പ്രോക്യാരിയോട്ടും DNA എന്ന് പറയുന്നത് എങ്ങനെയാണ്? ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസിൽ, അതുകൊണ്ട് തന്നെ ഇവരുടെ DNA ഷോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ദർ ഇസ് നോ ജങ്ക് DNA. അവരുടെ DNA കംപ്ലീറ്റ് ആയിട്ട് ഉള്ള DNA ഏതാണോ അത് കംപ്ലീറ്റ് ആയിട്ട് RNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് എല്ലാം നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് DNA ഈസ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ എന്ന് പറയാം. ഫങ്ഷണൽ DNA ആയിട്ട് ഡയറക്റ്റ്ലി അതിൻ്റെ RNA ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ യൂക്കാരിയോട്സിൻ്റെ അങ്ങനെയല്ല. നമുക്കറിയാം യൂക്കാരിയോട്സിൻ്റെ DNA ജങ്ക് DNA എന്നാണ് പറയുന്നത് അല്ലേ. ജങ്ക് ആയിട്ടുള്ള DNA ആണ്. അപ്പോൾ ഈ DNA മൊത്തത്തിൽ, അതായത് ഒരു സ്ട്രാൻഡ് മൊത്തത്തിൽ ഫോം ചെയ്യുന്നില്ല, അതിൻ്റെ ഷോർട്ട് മാത്രമായിട്ട് ഫോം ചെയ്യുന്നുള്ളൂ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് തന്നെ ഒത്തിരി പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഒന്ന് റെഡി ആയിട്ടുള്ള മെച്യൂർ ഫോമിലാക്കി മാറ്റുന്നത്. അതായത് ഈ DNA RNA ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ പ്രീമെച്യൂർ ഫോമിലാണ് കാണുന്നത്. പ്രീമെച്യൂർ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവും? ഇതിലാണ് നമുക്കറിയാവുന്ന എക്സോൺസും
ഇൻട്രോൺസും ഉള്ളത് അല്ലേ. എക്സോൺസ് ആണ് ശരിക്കും എക്സ്പ്രസീവ് ആയിട്ടുള്ളത്, ഇൻട്രോൺസ് വേണ്ടാത്തായിട്ടുള്ള സംഭവങ്ങളാണ്. ജങ്ക് ആയിട്ടുള്ള DNA ആണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. എക്സോൺസ് ആണ് നമുക്ക് വേണ്ടത്. ഓൾറൈറ്റ്, അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഈ എക്സോൺസിനെ മാത്രമായിട്ട് എടുക്കുന്നു അല്ലെ. ആ എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ പ്രീമെച്യൂർ RNA നമ്മൾ മെച്യൂർ RNA ആക്കണമെങ്കിൽ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറിങ് നടക്കുന്നുണ്ട്. ആ സ്പ്ലൈസിങ് പ്രൊസീജിയറിന് ശേഷം കിട്ടുന്ന RNA ആണ് മെച്യൂർ RNA എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഈ മെച്യൂർ RNA സ്പ്ലൈസിങ്ങിന് ശേഷം ഒരു ക്യാപ്പിങ്ങും ടെയിലിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന RNA ഒരു ക്യാപ്പിംഗ് നടക്കുന്നത് 5' 3' ആണ്. അപ്പോൾ 5' ക്യാപ്പിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളി അഡിനിൻ ടെയിലിംഗ് നടക്കുന്നുണ്ട്. പോളി അഡിനിൽ ടെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതെന്തായി? മെച്യൂർ RNA ആയി. ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഓരോ പ്രൊസീജിയേഴ്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനൊരു ബ്രോഡായിട്ട് അതിന്റെ മേജർ ഡിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന മെച്യൂർ RNA ആണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനിലേക്ക് പോകുന്നത്. ഓൾറൈറ്റ്, ഇത്ര ഓർത്തിരുന്നാൽ മതി. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിന് എന്താണ്? പ്രോക്യാരിയോട്സിന്റെ ഈ പറയുന്ന ജങ്ക് ആയിട്ടുള്ള DNA ഒന്നുമില്ല, ഡയറക്ട്ലി ഫങ്ഷണൽ RNA ആണ് അറ്റ് എ ടൈം കിട്ടുന്നത്. പക്ഷെ യൂക്യാരിയോട്സ് അങ്ങനെയല്ല, അവർക്ക് ജങ്ക് DNA പ്രസന്റ് ആണ്. DNA നിന്ന് പ്രീമെച്യൂർ ആയിട്ടുള്ള RNA ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് എക്സോൺസ് മാത്രം കഴിഞ്ഞ് സ്പ്ലൈസിങ്ങും കഴിഞ്ഞ് ക്യാപ്പിങ്ങും ടെയിലിങ്ങും കഴിഞ്ഞിട്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആയിട്ടുള്ള എന്ത് കിട്ടുന്നത്? RNA കിട്ടുന്നത്, മെച്യൂർ RNA കിട്ടുന്നത്. ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇതാണ് മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള മേജർ ഉള്ള കമ്പോണന്റ് ആണ് എൻസൈംസ്. നമ്മൾ DNA റിപ്ലിക്കേഷനിൽ ഒത്തിരി എൻസൈംസിന്റെ പേര് പഠിച്ചിരുന്നു. ദിസ് ഈസ് ഡിഫറെന്റ് ഫോർ ബോത്ത് പ്രൊക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ് അല്ലേ. പക്ഷേ ട്രാൻസ്ക്രിപ്ഷൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല കേട്ടോ. അപ്പൊ അവിടെയുള്ള എൻസൈംസ് എന്ന് പറയുന്നത് RNA പോളിമറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. RNA പോളിമറൈസ് എൻസൈംസ് ആണ്. RNA പോളിമറൈസ് 2 എന്ന് തന്നെ ഓർത്തിരുന്നു. RNA പോളിമറൈസ് 2 എൻസൈംസ് ആണ് പ്രോക്യാരിയോട്സിന്റെ കേസ് ആയാലും യൂക്യാരിയോട്സിന്റെ കേസ് ആയാലും DNA റിപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ആ കാര്യം കൂടിയും ഒന്ന് ഓർത്തിരിക്കാം. ഓൾറൈറ്റ്, പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ടാണ് സ്ട്രാൻഡിനെ കുറിച്ചിട്ടുള്ളത്. നമുക്കിത് DNA ആയിട്ട് തന്നെ എടുക്കാം. ഇത് 5' 3' സ്ട്രാൻഡ്, ഇത് 3' 5' സ്ട്രാൻഡ് എന്ന് ഓർക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ രണ്ട് DNA സ്ട്രാൻഡും, ഈ 5' 3' സ്റ്റാൻഡും അതുപോലെ 3' 5' സ്റ്റാൻഡും RNA ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് രണ്ടും പ്രോട്ടീൻ ആയിട്ട് മാറുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പൊ ആൻസർ ഈസ് നോ. ഇതിൽ ഒരു സ്ട്രാൻഡ് മാത്രമേ ഈ പറയുന്ന RNA ആയിട്ട് മാറത്തുള്ളൂ. എങ്ങനെ? നമ്മൾ എപ്പോഴും പറയുന്നത് DNA റിപ്ലിക്കേഷൻ എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും റിപ്ലിക്കേഷൻ ആയാലും ട്രാൻസ്ക്രിപ്ഷൻ ആയാലും ഇറ്റ് ഓൺലി ഒക്കർ ഇൻ 5' to 3' ഡയറക്ഷൻ. ഇതെപ്പോഴും ഓർത്തിരിക്കുക. കാരണം നമ്മൾ ഈ ഒരു മേജർ പ്രിൻസിപ്പിളിലൂടെയാണ് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും റിപ്ലിക്കേഷനും എല്ലാം തന്നെ നടക്കുന്നത്. ഒരു DNAയുടെ 5' 3' ഡയറക്ഷനിൽ മാത്രമേ എല്ലാ സംഭവങ്ങളും നടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ 5' 3' ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാണ് അല്ലെ, ഇതാണ്. പക്ഷെ ഓർത്തിരിക്കുക, ഡയറക്ഷൻ ആണ് പറ്റത്തുള്ളൂ, DNA-യുടെ 5' 3' ഡയറക്ഷൻ അല്ല. അപ്പൊ RNA എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? 5' 3' ഡയറക്ഷനുള്ള RNA ആണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു RNA ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ 5'ഉം ഇവിടെ 3'ഉം വേണം. ദിസ് ഈസ് RNA ആൻഡ് ദിസ് ഈസ് DNA. ഓൾറൈറ്റ്, അപ്പൊ ഈ 5' 3' RNA ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കണം. ഇങ്ങനെ ഫോം ചെയ്താൽ പറ്റുമോ? ഇല്ല, ഇത് 3' 5' ഡയറക്ഷൻ ആയിട്ട് മാറുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു RNA ഫോം ചെയ്യത്തില്ല. ഇങ്ങനെ പറ്റുമോ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് വരുമ്പോ? പറ്റും, 5' 3' ഡയറക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു സ്ട്രാൻഡിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഇതാണ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഡയറക്ഷൻ മാറി വരും. ഇത് 3'ഉം ഇത് 5'ഉം ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? 3' 5' DNA സ്ട്രാൻഡ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിന്റെ കോംപ്ലിമെന്ററി RNA എങ്ങനെയാവും? 5' 3' ഡയറക്ഷനിലാണ് വരുന്നത്. ഇത്ര ഓർത്തിരിക്കുക, 5' 3' ഡയറക്ഷനിൽ വരുന്നത് എന്താണ്? അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള RNA ആണെന്ന് ഓർത്തിരിക്കാം.
ഓൾറൈറ്റ്, അപ്പോൾ ഓർത്തിരിക്കുക ഏത് സ്ട്രാൻഡാണ് അപ്പോൾ പ്രോട്ടീനായിട്ട് മാറുന്നത്, അതായത് ഈ ഒരു സ്ട്രാൻഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്ട്രാൻഡ് നമ്മൾ പ്രത്യേക പേരിൽ അറിയപ്പെടും, ദാറ്റ് ഈസ് കോൾഡ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് ഏത് DNA ആണോ പ്രോട്ടീൻ അല്ലെങ്കിൽ RNA ആയിട്ട് മാറുന്നത് അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇവർക്ക് ഒരു ഫംഗ്ഷൻ ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ അതേ കോംപ്ലിമെന്ററി തന്നെയാണല്ലോ ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനർത്ഥം എന്താണ്, ഈ പറയുന്ന mRNA-യുടെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് ഇതേ ന്യൂക്ലിയോടൈഡ്സ് തന്നെയാണ്. ക്ലിയർ ആയോ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ അതേ കോംപ്ലിമെന്ററി ആണ് ഫോം ചെയ്യുന്ന RNA എന്ന് പറയുന്നത്. അപ്പൊ ഈ RNA-യുടെ അതേ ഒരു ന്യൂക്ലിയോടൈഡ്സ് ആണ് ഈ പറയുന്ന മേലിലത്തെ 5' 3' സ്ട്രാൻഡിന്. അപ്പോൾ ഇതിനൊരു പേര് വിളിക്കുന്നുണ്ട്. ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോഡിംഗ് സ്ട്രാൻഡ്. കോഡിംഗ് സ്ട്രാൻഡ്. ദിസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് RNA. അതെ, സെയിം കമ്പോണൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കുക. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിരിക്കും നമുക്ക് RNA ആയിട്ട് മാറുന്നെങ്കിൽ ഈ RNA-യുടെ സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡിന്റെ അതേ ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും എന്നും ഓർത്തിരിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ എൻസൈമിന്റെ കാര്യം പറഞ്ഞിരുന്നു. RNA പോളിമറേസ് 2 ആണ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള എൻസൈംസ്. ഇപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോക്യാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്. പ്രോക്യാരിയോട്സിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ എന്ന് പറഞ്ഞ 3 സ്റ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ യൂക്യാരിയോട്സിന്റെ കേസും പഠിക്കാനുണ്ട്. യൂക്യാരിയോട്സിന്റെ കേസിൽ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്ന് പറഞ്ഞ 3 സ്റ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒത്തിരി ടേംസ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന്റെയും എടുത്ത് നോക്കാൻ ഒത്തിരി ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ, അല്ലെ? ഇതാണ് പ്രോക്യാരിയോട്സിന്റെ കേസിൽ. ഇവരുടെ കേസിൽ തന്നെ ഒത്തിരി എക്സ്ട്രാ പ്രോട്ടീൻസും എൻസൈംസും എല്ലാം ഉണ്ട്. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോരോ വീഡിയോയിലായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So that's all about this overview of transcription. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള DNA നിന്ന് RNA ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രോക്യാരിയോട്സിന്റെ ഇനീസിയേഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So until then, stay tuned.